ചെയ്തല്ലോ, ഞാൻ എവിടെയെങ്കിലും വെച്ചോട്ടെ. കാരണം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വെറും ഒരു നിസ്സാരമായിട്ടുള്ള വീഡിയോ മാത്രമല്ലായിരിക്കില്ല. കാരണം നമുക്ക് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നാളെയും ഫുള്ളായിട്ടുണ്ടാകും. ബിക്കോസ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമുക്ക് നാളെ വിഷുവാണ്. നമുക്ക് കഴിക്കാൻ എന്താ നോക്കാം. ചോറും അമ്മ ഉറയിച്ച മോരും ആയിരുന്നു, പിന്നെ പൊട്ടാറ്റോ ഉണ്ടായിരുന്നു. പൊട്ടാറ്റോ ഞാൻ കെഞ്ചിയിട്ടാണ് മാറ്റിയത്. പൊട്ടാറ്റോ ഫ്രൈ ആയിരുന്നു, പിന്നുള്ളത് ലേഡീസ് ഫിംഗറും, പിന്നെ ഉപ്പും, പിന്നെ വെള്ളച്ചോറായിരുന്നു. വെള്ളച്ചോറായിരുന്നു അച്ഛനെടുത്തത്. എനിക്ക് വെള്ളച്ചോറ് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ നമ്മുടെ ഡിന്നറെന്നേ ലഞ്ച് ഇത്രയ്ക്ക് ആയ സ്ഥിതിക്ക് ഒരു ഉറക്കം അത് വേണ്ടേ? എന്നാൽ പിന്നെ ഒരു ഉറക്കമൊക്കെ പോയ ശേഷം നമ്മൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഇന്ന് അമ്പലത്തിൽ നറുക്കെടുപ്പൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനും പോകണം. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് ഞാൻ അമ്പലത്തേക്ക് പോകാനായിട്ട് റെഡി ആവാണേ. അമ്പലത്തിലൊക്കെ പോയി പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു, ഡ്രസ്സ് മാറി. ഇനിയിപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇപ്പോൾ അവിടെ എന്താ പറയുക ഈ വിഷുവിനായിട്ട് വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം നമ്മൾ തറയൊക്കെ ഫ്ലോറിൽ ഞാൻ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും ഉണങ്ങാതെ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ വെറുതെ ഉണ്ടാക്കും, നിങ്ങളും ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. അതാണ് ഇപ്പോൾ എൻ്റെ കറൻറ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ. ക്ലിയർ അടിക്കുന്നല്ലേ? ഇപ്പോഴത്തെ കറൻറ്റ് പരിപാടി എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ടുള്ളത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും കമോൺ ഗൈസ്, നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ തേരാപ്പാര നടക്കാം. അവിടെ എന്തായാലും പോകാൻ പറ്റില്ല, അവിടെ ഞാൻ ബെഡ്റൂമിലാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ അച്ഛൻ വന്നു. അപ്പോൾ അമ്മയ്ക്ക് എല്ലാവരും ജസ്റ്റ് ഒന്ന് വെറുതെ അമ്മ ഇവിടെ ഉണ്ട്. അമ്മയ്ക്ക് ഇനിയും കുറച്ച് ഒരുക്കങ്ങൾ വിഷുവിൻ്റെ ചെയ്യാനുണ്ട്, കണി ഒരുക്കാനായിട്ട്. അപ്പം ഞങ്ങൾ മൂന്നാൾക്കാരും ബൈക്കിൽ കൂടെ വെറുതെ എവിടെയെങ്കിലുമൊക്കെ പോവാന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളും ഫ്രൂട്ട്സുകളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് പോവാണ്. ഇതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ഫോൺ ഇവിടെ വെച്ചിട്ട് പോണത്. അപ്പോൾ എല്ലാവർക്കും ബൈ. നമ്മൾ വേഗം പോയിട്ട് വരാം. എന്താണ് ഈ വിഷ്ണു ചക്രം അച്ഛൻ പൊട്ടിക്കുന്നതെന്ന് ചോദിക്കുന്നവർക്ക് ഇതൊക്കെ സിമ്പിളല്ലേ, ഇനിയും വരാൻ പോകണല്ലോ, അതൊക്കെ ഞാൻ കത്തിച്ചോളാം. എനിക്ക് വേണ്ടി അവന് കത്തിക്കില്ലേ. അടുത്തത് ആത്മജിയാണ് ഗൈസ്. അവന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. കത്തിയില്ല അതിന്റെ മുകളിൽ കാണിക്കാമീ. ആയില്ല, ആയി മാറിക്കോ. പേടിച്ച് നിക്കണ ആമി, അച്ഛന്റെ പിന്നാലെ വിളിച്ച് നിക്കണ ആമി. അത് ഏറ്റവും വലിയ കമ്പിത്തിരിയാണ് കേട്ടോ. കൂടിയിട്ട് റോഡിൽ കത്തിക്കാൻ പോവാണ് പൂത്തിരി. ഒരു മിനിറ്റ് റോഡ് എന്നാലും മാറപ്പടക്കല്ലേ പൊട്ടിക്കാൻ പോവാണ്. എനിക്കിതിന് തീരൊന്നുമില്ല. ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ എനിക്ക് ആക്ച്വലി ഇതിന് തീരുമില്ല. നിൽക്കുന്ന സമയത്ത് ഉറങ്ങും കേട്ടോ. പൂത്തിരി അപ്പോൾ ഗൈസ്, നമ്മൾ കണിയൊക്കെ കണ്ടു. കണി കണ്ടാൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമ്മൾ കണി വെച്ചതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ആൻഡ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പടക്കം കത്തിക്കലാണ്. കുറച്ചെങ്കിലും കത്തിച്ചില്ലെങ്കിൽ കണ്ടില്ല, അവരെല്ലാവരും പൂത്തിരി കത്തിക്കുന്നതാണ്. കുറച്ചെങ്കിലും കത്തിച്ചില്ലെങ്കിൽ ഭയങ്കര മോശമായിരിക്കും. അപ്പം നമുക്ക് കുറച്ചെങ്കിലും കത്തിക്കാം. കമ്മോ, ഒരു പുതിയൊരു സാധനമുണ്ട്, ഇത് കത്തിക്കാതെ. എടി ഇതാണ് സംഭവം. അങ്ങനത്തെ നമുക്ക് സ്പാർക്കൊക്കെ വരുന്ന പോലത്തെ അച്ഛൻ മാലപ്പടക്കൊക്കെ പൊട്ടിച്ചു. ഇനി നമുക്ക് കുറച്ചും കൂടി കമ്പിത്തിരികളുണ്ട്, അതൊക്കെ ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞ് പൂത്തിരിയൊക്കെ ഉണ്ട്, അതൊന്നും പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിഷു ഹാപ്പിയായി. അപ്പോൾ രാവിലെ തന്നെ അച്ഛനമ്മേൻ്റെ നിന്ന് കൈനീട്ടമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്നും പൊട്ടിക്കാം. കമ്മോ, പീക്കോക്ക് എന്ന് പറഞ്ഞ ആ ഒരു സാധനം നമ്മൾ ചെയ്യാൻ പോവാണ്. അച്ഛനാണ് ചെയ്യുന്നത്, അച്ഛൻ കമ്പിത്തിരി കത്തിക്കുന്നത്.
ആയില്ല. ആ, ആയി, വരൂ. അവിടെ പോയപ്പോ മൂക്കിലും നല്ല ഇതില് വന്നൂലേ. കുളിച്ചൊക്കെ കഴിഞ്ഞു. ഇനി എന്താ കുറച്ച് നേരം വെളിയിലൊക്കെ ഇരിക്കുക. പിന്നെ ഒരു 7 മണിക്കാവുന്ന സമയത്ത് എല്ലാവരൊക്കെ ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് അമ്പലത്തിൽ പോവാം. അതാണ് ഇപ്പം നമ്മുടെ കറണ്ട് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് നേരം വെളിയിലൊക്കെ ഇരിക്കാം. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോയേ. എല്ലാവരും കൂടിയിട്ടാണ് പോയത്. ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മുടെ കൈ വെട്ടില്ലായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിൽ പോയി തൊഴുതു. എല്ലാ അമ്പലത്തിലും പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ശരി, ഇതിൻ്റെ ക്ഷീണം ഇത്രയും നടന്നു വന്നതല്ലേ, ഇതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് ഒരു സംഭാരം കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. സംഭാരം കഴിയുമെന്നാണ് തോന്നുന്നത് കേട്ടോ. ആ, നമ്മുടെ വിഷുക്കണി ഒന്ന് മാറ്റിയാലോ. ആദ്യം തന്നെ കുറച്ച് വെള്ളത്തിൽ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ച് അതിന് ശേഷം നമ്മുടെ മുന്തിരിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് നേരം ഒന്ന് വെക്കുക. അപ്പോൾ മുന്തിരിക്ക് വല്ല ബാക്ടീരിയസ് ഉണ്ടെങ്കിൽ അത് പൊക്കോളും. അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യുക? ആ, എന്നാൽ പിന്നെ കമൻ്റ് അടിക്കണേ. അത് കഴിഞ്ഞ ശേഷം എല്ലാ ഫ്രൂട്ട്സും ഓരോ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ബനാനയുണ്ട്, ചക്കയുണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെ അനാറുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് എൻ്റെ കണ്ണിപ്പെട്ടത് ആ മാങ്ങയായിരുന്നു. വായോ, മാങ്ങയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. നമ്മൾ കണിയൊക്കെ മാറ്റി ഇനി ചെറിയ ഒരു ട്രിപ്പൊക്കെ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് പയ്യെ ഞാൻ പറയുന്നതായിരിക്കും. ആൻഡ് ഇപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്തു ഇന്നാണ് പോകണമെന്നുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പാക്ക് ചെയ്യാണ്ട്. എല്ലാവർക്കും അറിയാം, നോർമലി എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, നമ്മൾ ഈ ഒരു ഡേറ്റ് കഴിഞ്ഞാൽ പോകാറുള്ളതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, കം ഓൺ. എവിടെയാ സ്ഥലം എന്നുള്ളത് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ, ഏറ്റവും ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്ത് ഫ്രണ്ടിൽ വെച്ചു. ഒന്ന് സെറ്റപ്പായ ശേഷം ഒന്ന് ഉറങ്ങുമെന്ന് വിചാരിച്ചു. കാറിലാണെങ്കിൽ ഇപ്പോഴത്തെ ചൂടിൻ്റെ ഒരു അവസ്ഥയുമില്ല. എന്തോ ഒരു ചൂടാണ്. കാറിലായാലും എനിക്ക് നല്ല ചൂടുണ്ടായിരുന്നു. കൂളിംഗ് ഗ്ലാസ് ഇട്ട് ഉറങ്ങിയാൽ ആരും ഒന്നും മൈൻഡ് ചെയ്യില്ലല്ലോ. എല്ലാവരും വിചാരിക്കും ഞാൻ ഉറക്കമൊന്നുമല്ല, ഉറങ്ങിയിട്ടൊന്നുമില്ല എന്ന്. അതല്ലേ നല്ലത്. നമ്മൾ ആദ്യമൊന്നുമില്ലേ വെള്ളത്തിൽ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഗ്രേപ്സ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ ഇന്ന് പോവാണെന്ന് പറഞ്ഞ സമയത്ത് അതൊന്ന് പാക്ക് ചെയ്തെടുത്തു കേട്ടോ. ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു. അത്യാവശ്യത്തിന് കുരു ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുരു വേണമെന്നുണ്ടെങ്കിൽ 1-2 കാണും കേട്ടോ. കാരണം അത്രയ്ക്ക് ഭയങ്കര ടേസ്റ്റുള്ള ഇതായിരുന്നു കേട്ടോ. ഗ്രേപ്സ് ആയിരുന്നു. പിന്നെ കോഫി ബിസ്ക്കറ്റ്, അച്ഛൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന കോഫി ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അത് കോഫിയുടെ ടേസ്റ്റും ഷുഗറായിട്ട് മേലെ ഷുഗർ വിത്ത് ഷുഗർ ഒക്കെ ആയിട്ടുള്ളതായിരുന്നു. അതും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഒരു ബ്രേക്ക് ഇട്ടപ്പോൾ ഞാനും പോയി, എൻ്റെ ബിസ്ക്കറ്റും പോയി. അത് ഞാൻ കാണിക്കാൻ പറ്റൂല. ഈ സ്ഥലം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എങ്ങടാ പോകുന്നതെന്നും നമ്മളെല്ലാവരും എങ്ങടാ പോകണമെന്നുള്ളത്? ഓക്കെ, നിങ്ങൾ മനസ്സിലായി എന്നുണ്ടെങ്കിലേ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പറയണേ. ഞാൻ ലാസ്റ്റേ പറയുന്നുള്ളൂ. അപ്പോൾ അച്ഛൻ പോയിട്ട് ഇങ്ങനത്തെ ഒരു കോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കാഴ്ചയൊക്കെ കണ്ട് ഇത് കഴിക്കാനായിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. പക്ഷെ പാതി എത്തിയപ്പോൾ ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. എൻ്റെ പല്ലൊക്കെ വേദനിക്കാൻ തുടങ്ങി. അത്യാവശ്യത്തിന് നല്ല ചൂടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയാണ് തോന്നുന്നത്? നല്ല പാറയൊക്കെ ഉള്ളതും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? നല്ല അടിപൊളിയായിട്ടില്ലേ? പിന്നെ വേണമെങ്കിൽ ഒരു ക്ലൂ ഒക്കെ തരാം. ഹെയർ പിൻ ബെൻഡ് ഉണ്ട് അതിൽ. ഇപ്പം തന്നെ കിട്ടി. ഞാൻ ഫസ്റ്റ് വെച്ച ക്ലൂവും ഇപ്പോൾ വെച്ച ക്ലൂവും നിങ്ങൾക്കായിട്ട് കണ്ടുപിടിച്ച ക്ലൂവും എല്ലാം വെച്ചിട്ട് നിങ്ങളത് ഏത് ഡെസ്റ്റിനേഷനാണെന്ന് പറയും. ചായ കുടിക്കാനുള്ള സ്ഥലം എത്തിയെന്ന് പറഞ്ഞ സമയത്ത് പെട്ടെന്ന് പോയിട്ട് ലിബാമും കൂളിംഗ് ഗ്ലാസും എല്ലാം ഇട്ട് റെഡി കഴിഞ്ഞേ. എൻ്റെ ഇടയ്ക്ക് അവനോട് ഒരു ഊളപ്പാട്ടുണ്ടായിരുന്നു. ഞാനത് വെക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആ പെണ്ണ് സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാൻ വെച്ചില്ല. പക്ഷേ എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും ഗൈസ്. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് കയറി. നല്ല വ്യൂ ഉള്ള അവിടെയായിരുന്നു ചായ കുടിക്കാൻ കയറിയത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുടിൽ പോലത്തെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. ആ സാധനത്തിൽ നമുക്ക് എല്ലാവർക്കും വന്ന് ഇരിക്കാനും പറ്റുമായിരുന്നേ. അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു വാഴയ്ക്ക ബജി കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വാഴയ്ക്ക ബജി ഇഷ്ടമല്ല. അതിൻ്റെ മേലത്തെ സാധനം മാത്രം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പും തണുത്തും കാറ്റും വരെ തുടങ്ങി. നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ആ ഡെസ്റ്റിനേഷൻ എനിക്കിപ്പോൾ എൻ്റെ നാവ് വരെ എത്തുന്നുണ്ട് അത് പറയാനായിട്ട്. പക്ഷേ എനിക്കത് അങ്ങോട്ട്
കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്കൊന്നും വേർക്കൊന്നും വേണ്ട. ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ടാകും എന്താണെന്നുള്ളത് എനിക്ക് മുന്നോട്ട് പറയണമെന്നുണ്ട്. പറയട്ടെ. സോ ഗൈസ് ഞാൻ പറയാൻ പോവാം. സോ ഗൈസ് നമ്മൾ വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം വാൾപ്പാറയിലാണുള്ളത്. നമ്മുടെ അമ്മമ്മയുടെയും മുത്തച്ഛനും വീട്ടിലാണുള്ളത്. എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വെക്കേഷൻ എന്തായാലും പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ വണ്ടി വന്നതാണ് ഇത്. നെക്സ്റ്റ് ഇത് ഫെൻസിങ് ആണ് ഗൈസ്. ആൻഡ് ഇനി നമുക്ക് വേറെ പറഞ്ഞൊന്നുമില്ല, എന്നെ കൂടെ പറയാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് പേർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ചൂടിനെക്കാട്ടിലും കുറച്ച് ബെറ്ററാണ് ഇവിടെ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മുത്തച്ഛൻ ഓഫീസിലാണ്, മുത്തച്ഛനായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടെന്നുള്ളത്. എല്ലാവർക്കും സർപ്രൈസ് തന്നെ ആയിരുന്നു. പിന്നെ മാത്രമല്ല ഈ ഒരു ട്രിപ്പ് സഡൻ ട്രിപ്പായിരുന്നു. അതുകൊണ്ടാണ് വൺ ഡേ ട്രിപ്പ് എന്നൊക്കെ പറയാൻ കാരണം. ടു ഡേ ട്രിപ്പ് ലൈക്ക് അങ്ങനെ ആയതുകൊണ്ടാണ്. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളിങ്ങോട്ട് വന്നു. ഇനി കുറച്ച് അങ്ങനെ പിന്നെ നാളെ ആയിരിക്കും ഒരു ഡേ ഇൻ മൈ ലൈഫ് വാൾപ്പാറ ഇടുന്നത്. കുറേ എടുത്തിട്ടുണ്ട് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വാൾപ്പാറയുടെ. പക്ഷേ എന്നാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാനായിട്ട് ഞാൻ നാളെ എടുക്കുന്നുണ്ടാവും. സോ വെയിറ്റ് ഫോർ പാർട്ട് 2 ഓൾസോ. പിന്നെ എന്താ പരിപാടി എന്ന് വെച്ചാൽ ചായ എനിക്ക് ഇഷ്ടമല്ല അമ്മ. പിന്നെ ഇവിടുത്തെ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ സോ ഗൈസ് ഞാൻ അമ്മമ്മയൊക്കെ ഒന്ന് കാണിച്ചു തരാം. അമ്മമ്മ അമ്മമ്മ ഇവിടെ ചായ ചോദിക്കാണ്. അപ്പോൾ അമ്മമ്മ ഇന്നത്തെ സ്പെഷ്യൽ എന്താ? ബീഫ് പൊറോട്ട. ഞങ്ങളുടെ വീടാണെന്ന് അറിഞ്ഞപ്പോൾ അമ്മമ്മ അമ്മമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അമ്മമ്മ നമുക്ക് വേണ്ടി ചെയ്തതാണ്. ആൻഡ് പിന്നെ നമ്മുടെ ഇവിടെ എല്ലാവരുടെയും കൈവിട്ടൊക്കെ കിട്ടി. അമ്മമ്മ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. തണുപ്പില്ല, ഉഷ്ണമില്ല. പാലക്കാട് ഇവിടെ വന്നാൽ കുറച്ചൊന്നും ബെറ്റർ ആയിരിക്കും അല്ലേ? അപ്പോൾ ഗൈസ് അമ്മമ്മ കാക്കൂലായിരുന്നു. ഇപ്പോൾ വാൾപ്പാറയിലോട്ട് അമ്മമ്മയും കൂടെയൊക്കെ വന്നിരിക്കുകയാണ്. ആൻഡ് ഇനി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഇവിടെ ഹോം ടൂർ ഒക്കെ വേണമെന്നൊക്കെ ചോദിക്കുന്നവർക്ക് നമ്മൾ ഓൾറെഡി ഓരോ വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ ഇതൊക്കെ. ഇതൊരു ബെഡ്റൂമാണ്. സി ഗൈസ് ഇതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാൾപ്പാറത്തെ ഈ ഒരു വീട്, വാൾപ്പാറ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഫോറസ്റ്റ് പ്ലേസ് ആൻഡ് ഓൾസോ ഇതൊരു നോട്ട് എ സേഫ്റ്റി പ്ലേസ് ഓൾസോ. സേഫ്റ്റി പ്ലേസ് എന്ന് പറയാനായിട്ട് ഇതൊരു നല്ലൊരു ഡെസ്റ്റിനേഷൻ ഒന്നല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പണ്ട് നമ്മുടെ ഈ ഒരു വാഹനം ഒന്ന് പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ എല്ലാ ആൾക്കാരും ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു മിനിറ്റ് ലൈറ്റ് വരട്ടെ. ഓക്കെ, ഇനി ഞാനൊന്ന് വിശദമായിട്ട് പറയാൻ പോവാണേ. ഓക്കെ, അതായത് എൻ്റെ മുത്തച്ഛൻ ഇവിടെയാണ് സെറ്റിൽഡ് ആണ്, മുത്തച്ഛനും അമ്മയും. അപ്പോൾ മുത്തച്ഛൻ്റെ ജോലി ഇവിടെ ആയതുകൊണ്ട് തന്നെ വരും മുത്തച്ഛൻ അയലൂരിലൊരു വീടുണ്ട്. ആൻഡ് എല്ലാവരുടെയും ഓരോ വീടാണ്. അപ്പോൾ ഇങ്ങനെ വിഷുവിനും ഓരോ പ്രത്യേക ദിവസങ്ങളൊക്കെ നമ്മളെ കാണണമെന്നൊക്കെ തോന്നിയ മുത്തച്ഛൻ വരും, അമ്മയൊക്കെ വരും. ആൻഡ് അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. പിന്നെ ഈ ഒരു വീടങ്ങ് പൊളിച്ചു ആന വന്നിട്ട്. പിന്നെ ഇത് പുതിയതായിട്ട് കെട്ടിയതാണ്. ഇപ്പോൾ ഫെൻസിങ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ അത്രയ്ക്ക് സേഫ്റ്റി ഇല്ല എന്ന് നമുക്ക് പറയണ്ട. കാരണം ഇച്ചിരി സേഫ്റ്റി ഉണ്ട്. അന്നൊക്കെ ഭയങ്കര സേഫ്റ്റി ഒന്നും ഇല്ലാത്ത ഒരു വീടൊക്കെ ആയിരുന്നു. പിന്നെ ആന വന്ന് പൊളിച്ച്. പക്ഷെ ഞാൻ കൈക്കുഞ്ഞായിരുന്നു, എനിക്ക് അത്രക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അതൊന്നും പൊളിച്ചതില്ല. പൊളിച്ച് ആന നമ്മുടെ അവിടെയൊക്കെ മാവ് എന്താ പറയുക ചക്ക അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആന വരും ഒന്ന് കഴിക്കാനായിട്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് അരിയോ എല്ലാം എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ കഴിക്കുന്നായിരുന്നു, ഞാനും അവരൊക്കെ കഴിക്കുന്നായിരുന്നു. പിന്നെ എല്ലാവരും ഓടി. പിന്നെ പിറ്റേ ദിവസം ഇതൊക്കെ പൊട്ടിച്ചുള്ള പിറ്റേ ദിവസം ഉള്ളൊരു എന്താ പറയുക ഫോട്ടോ ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. ആൻഡ് ഇതാ നമ്മൾ ഇത്രേ ഉള്ളൂ ഗൈസ്. എന്തായാലും പാർട്ട് 1 ആണ് വാൾപ്പാറ ഡയറീസിൻ്റെ ഫസ്റ്റ് പാർട്ട് 1 ആണിത്. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. എനിക്ക് എന്നെ കൊണ്ട് പറയാൻ പറ്റിയില്ല ഈ സ്ഥലം എന്താണെന്ന്. ഗൈസ് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയോ? ഞാനിപ്പോൾ ഈ കാണിച്ച ഓരോ ക്ലിപ്പിലൊക്കെ അതുണ്ട്. അത് ഏത് സ്ഥലമാണെന്നൊക്കെ ഉണ്ട്. ഹെയർ പിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈൻഡപ്പ് ചെയ്യാൻ ഗൈസ്. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ഹാപ്പി വിഷു. ഗൈസ് അപ്പോൾ ചെറുത്ത സമയത്ത് അത് ഞാനൊരു ഇത് പറയുകയാണ്. ചെറുപ്പത്തിൽ അച്ഛൻ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വാൾപ്പാറയിൽ. ഞങ്ങൾ ആക്ച്വലി ഇവിടെയാണ് ഇരുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ ഞങ്ങൾ ഇവിടെ ഒരു ആറാണമ്മ പുഴയാണ് അരുവി ഉണ്ടായിരുന്നു. അവിടെ വന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. ആ കളിച്ചിട്ടുണ്ടായിരുന്ന ഫോട്ടോ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ചട്ടലടി. ഓക്കെ, ഞാനത് കാണിച്ചു കേട്ടോ. നല്ല വ്യൂ ആണേ.